വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ട്. അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അവരുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഇനി അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, എന്തൊക്കെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെയാണ് ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. എന്താണ് ഡൗൺ സിൻഡ്രോം? ഡൗൺ സിൻഡ്രോം എന്ന് ചോദിച്ചാൽ ഡൗൺ സിൻഡ്രോം ഇസ് എ ജനറ്റിക് ഡിസോർഡർ. ഇതൊരു ജനറ്റിക് ഡിസോർഡറാണ് വേർ എ പേഴ്സൺ ഈസ് ബോൺ വിത്ത് എൻ എക്സ്ട്രാ ക്രോമസോം 21. നമുക്കറിയാം, നമ്മൾക്ക് ടോട്ടൽ 46 ക്രോമസോമാണ് ഉള്ളത്. നമുക്ക് ടോട്ടൽ 46 ക്രോമസോമാണ് ഉള്ളത്. പക്ഷേ ഒരു ഡൗൺ സിൻഡ്രോം ആയ ആ കുട്ടിക്ക് 47 ക്രോമസോം ഉണ്ടാകും. നോർമലി 46 ആണെങ്കിൽ ഡൗൺ സിൻഡ്രോം ആയ ഒരു കുട്ടിക്ക് 47 ക്രോമസോം ഉണ്ടാകും. അതെങ്ങനെയാണ് 47 ആവുന്നത്? നമുക്ക് ഈ 46 കിട്ടുന്നത് 23 നമ്മളുടെ പാരൻറ്റിൽ നിന്നും 23 നമ്മളുടെ പാരൻ്റ് എന്ന് പറയുമ്പോൾ 23 ഫാദറിൽ നിന്നും 23 മദറിൽ നിന്നും ഹാഫ് അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 46 ക്രോമസോം കിട്ടുന്നത്, അല്ലേ? 23 വരുന്ന ഫാദറിൽ നിന്ന്, 23 ഫാദറിൽ നിന്നും 23 മദറിൽ നിന്നും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിവിഷനൊക്കെ നടന്ന് 46 ക്രോമസോം കിട്ടുന്നത്. എന്നാൽ ഡൗൺ സിൻഡ്രോം അല്ലാതെ എങ്ങനെയാണ് 47 ആകുന്നത്? ഏതോ ഒരു പാരൻറ്റിൽ ഒരു ക്രോമസോം കൂടുതലായിരിക്കും. അതായത് ഒന്നുകിൽ ഫാദറിന് 24 ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മദറിൽ 24 ആയിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഈ മദറിലോ ഫാദറിലോ 24 ആകുന്നേ? അത് അവർക്ക് 24 ഉള്ളത് കൊണ്ടായിരിക്കില്ല. ഡിവിഷൻ്റെ സമയത്ത്, അതായത് സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ടാണല്ലോ എംബ്രിയോ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സ്പേം പ്രൊഡക്ഷൻ്റെ സമയത്ത് സ്പേമിന് അബ്നോർമലായിട്ട് ഡിവിഷൻ നടക്കാം, അല്ലെങ്കിൽ എഗ്ഗിന് അബ്നോർമലായിട്ട് ഡിവിഷൻ നടക്കാം. എന്നിട്ട് 46 ക്രോമസോമിന് പകരം നമ്മളുടെ പാരൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 47 ക്രോമസോം ആയിരിക്കും. അതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി ആ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് എവിടെയായി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ക്രോമസോം കാണുന്നതെന്ന് വെച്ചാൽ 21st ക്രോമസോമിലായിരിക്കും. ഈ ഒരു പിക്ചർ നോക്കിയാൽ നമ്മുടെ ക്രോമസോമിൻ്റെ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇത് നോക്കിയിട്ടുള്ളത്. അതിൽ 21st ക്രോമസോമിൽ നോക്കിയാൽ അവിടെ 3 ക്രോമസോം ഉണ്ട്, അല്ലേ? 2 ശരിക്കും വേണ്ടത്. ഇവിടെ എന്തുണ്ട്? 3 ക്രോമസോം ഉണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ സിംറ്റംസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മൾ ഈ ഡൗൺ സിൻഡ്രോം എന്നുള്ള പേര് വരുന്നതിന് മുന്നേ മംഗോളിസം എന്നുള്ളൊരു പേരാണ് ആദ്യം ഇതിനിട്ടത്. അതായത് ഇവരെ കാണാൻ പണ്ട് കാലത്തുള്ള ഒരു ഗോത്ര വിഭാഗക്കാരെ പോലെയുണ്ട്. മംഗോൾസ് എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗമുണ്ട്. അവരെ പോലെയാണ് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഈ മംഗോളിസം എന്നുള്ള പേര് വന്നത്. പക്ഷേ അതത്ര റെലവൻ്റ് അല്ല. അവരങ്ങനെ വിളിക്കാൻ പാടില്ല എന്നുള്ള ഒരു സജഷൻ വന്നതിന് ശേഷമാണ് പുതിയൊരു പേരായിട്ടുള്ള ഡൗൺ സിൻഡ്രോം ഇവർ കണ്ടുപിടിച്ചത്. അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ അവരുടെ മുഖം നോക്കിയാൽ കുറച്ച് പരന്നിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള മുഖമായിരിക്കും ഉണ്ടാവുക. കണ്ണുകൾ കുറച്ച് പുറത്തോട്ട് കുറച്ച് ബൾജ് ചെയ്തിട്ടുള്ള കണ്ണൊക്കെ, ഒരു വിടർന്ന കണ്ണൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സ്മോൾ റൗണ്ടഡ് ആയിട്ടുള്ള ഇയർ, ചെറിയ ചെവി ആയിരിക്കും. പിന്നെ അവരുടെ നാവ് എപ്പോഴും പുറത്തോട്ടിങ്ങനെ പ്രൊട്രൂഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു പിക്ചറിൽ തന്നെ നോക്കിയാൽ നാവ് പുറത്തോട്ട് പ്രൊട്രൂഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. പിന്നെ അവർക്ക് ഷോർട്ട് നെക്കായിരിക്കും. കണ്ണിൻ്റെ ഐറിസ് ഇല്ലേ, അതായത് ഈ ഒരു കൃഷ്ണമണീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ വരയുണ്ട്, അതാണ് ഐറിസ് എന്ന് പറയുന്നത്. ആ ഒരു ഐറിസിൽ വൈറ്റ് പാച്ചസ് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട്സ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അവരുടെ കൈകളും കാലുകളും ഒക്കെ ചെറിയതായിരിക്കും. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന ഓരോ ഡൗൺ സിൻഡ്രോമിൻ്റെ സിംറ്റംസ്. എന്ന് വെച്ച് ഈ എല്ലാ സിംറ്റവും ഒരാളിൽ ഉണ്ടാവില്ല. ഓരോ ആൾക്കാരനുസരിച്ചിട്ട് അവരുടെ സിംറ്റവും ഡൈവേഴ്സാണ്. പക്ഷെ കോമൺ ആയിട്ടൊരു ഡൗൺ സിൻഡ്രോം ആണെന്ന് പറയാൻ വേണ്ട സിംറ്റംസ് ഇതൊക്കെയാണ്. ഇനി കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ജനറ്റിക് ഡിസോർഡർ തന്നെയാണ് നമ്മളുടെ ഡൗൺ സിൻഡ്രോം. ആ ജനറ്റിക് ഡിസോർഡർ 3 രീതിയിൽ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ളതാണ് ട്രൈസോമി 21. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺ സിൻഡ്രോമിനെ എപ്പോഴും ട്രൈസോമി 21 എന്നും വിളിക്കാറുണ്ട്. ട്രൈസോമി 21 ആ പേര് പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മോഡൽ, അതാണ് ഈ ഒരു കോസ്. ആ ഒരു ട്രൈസോമി 21 എന്ന് പറയുമ്പം നമ്മളുടെ ആ ഒരു ഡൗൺ സിൻഡ്രോമുള്ള ആളുടെ 21st ക്രോമസോമിൽ ട്രൈ എന്ന് പറയുമ്പോൾ 3 ക്രോമസോം ഉണ്ടായിരിക്കും. 95% ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഈ ഒരു ട്രൈസോമി 21 ആണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൺയൂഷ്വൽ സെൽ ഡിവിഷൻ ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പേം സെൽ ഓർ എഗ് സെൽ. സ്പേമോ അല്ലെങ്കിൽ എഗ്ഗോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സാധാരണ രീതിയിലുള്ള നോർമൽ
ഡിവിഷന് പകരം അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും ഡിവിഷൻ നടക്കുമ്പോൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്രോമസോമിൻ്റെ എണ്ണവും ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ 46 പകരം നമ്മുടെ പാരൻറ്റിൽ നിന്ന് ഫ്യൂസ് ചെയ്ത് കിട്ടുന്നത് 47 ക്രോമസോം ആയിരിക്കും. ഇപ്പോഴും 21st പേരിലാണ് ഈ ഒരു ക്രോമസോം ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ട്രൈസോമി 21 എന്ന് പറയുന്നത്. വേറെ 2 രീതിയിൽ എന്തൊക്കെയാണ് വരാം. ഒന്ന് മൊസൈക്ക് ഡൗൺ സിൻഡ്രോം എന്ന് വെച്ചാൽ നമ്മൾ മൊസൈക്ക് എന്ന് കേട്ടിട്ടില്ലേ, മൊസൈക്ക് വൈറസ് ഡിസീസ് എന്നൊക്കെ പറയില്ലേ. അതായത് മൊസൈക്ക് എന്ന് പറയുമ്പോൾ പരക്കെയായിട്ട് ഇറഗുലറായിട്ട് നമ്മൾ സെല്ലുണ്ടാവുമല്ലോ, എല്ലാ സെല്ലിലും ഈ ഒരു കണ്ടീഷൻ വരുന്നുണ്ടെങ്കിൽ അതാണ് ട്രൈസോമി 21. പക്ഷേ ചില സെല്ലിലൊക്കെ നോർമലായിട്ടായിരിക്കും ക്രോമസോം നമ്പർ ഉണ്ടാവുക. പക്ഷേ ചില സെല്ലിലാണെങ്കിൽ 21st 3 സം സെൽസ്, അതാണ് ഇവിടെ എംഫസൈസ് കൊടുക്കേണ്ടത്. ചില സെൽസിൽ മാത്രം 21st ക്രോമസോമിൽ ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടാവും. അതാണ് മൊസൈക്ക് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ലൊക്കേഷൻ ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അവിടെ വെൻ എ പാർട്ട് ഓഫ് ക്രോമസോം 21 ബിക്കം അറ്റാച്ച്ഡ്. ശരിക്കും ആ ഒരു 21st ക്രോമസോമിൽ 2 ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു ക്രോമസോം തൊട്ടടുത്ത ക്രോമസോമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ 21st ക്രോമസോമിൻ്റെ ക്യാരക്ടറും കാണിക്കും, കൂടാതെ അറ്റാച്ച് ചെയ്ത് വേറെ ഒരു ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നൊരു ക്രോമസോമിൻ്റെ ക്യാരക്ടറും കൂടിയിട്ട് അത് കാണിക്കും. അതാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും റെയറായിട്ട് മാത്രം കാണുന്നതാണ് നമ്മളുടെ ട്രാൻസ്ലൊക്കേഷൻ. വളരെ റെയറായിട്ട് മാത്രമേ ട്രാൻസ്ലൊക്കേഷൻ കാണുന്നുള്ളൂ. അതിൽ കൂടുതൽ കുറച്ച് പോസിബിലിറ്റി ഉണ്ട് മൊസൈക്ക് ഡൗൺ സിൻഡ്രോം വരാൻ വേണ്ടിയിട്ട്. പക്ഷേ 95% വരുന്നത് ഡൗൺ സിൻഡ്രോം ആയിരിക്കും, ട്രൈസോമി 21st ആയിരിക്കും. ഇനി എന്ത് ട്രീറ്റ്മെൻറ്റ്, അതായത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അതിനൊരു ക്യൂറേഷൻ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ക്യൂറേഷൻ ഇല്ല. പക്ഷേ നമ്മളിതൊരു പ്രസവാവസ്ഥയിൽ അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ കുട്ടീനെ രക്ഷപ്പെടുത്തി പഴയ രീതിയിലേക്ക്, അതായത് കുറേ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതാണ് ഏർലി ഇൻ്റർവെൻഷൻ. ഇനി അഥവാ വന്ന് കഴിഞ്ഞതിന് ശേഷം ഫിസിക്കലി വീക്കായിട്ടാണ് ആണെങ്കിൽ ഫിസിക്കൽ തെറാപ്പി നമുക്ക് ചെയ്യാം. ബിഹേവിയറൽ പാറ്റേണിൽ ചേഞ്ച് ആക്കാനാണ് ഒക്യുപ്പേഷണൽ തെറാപ്പി. സ്പീച്ച് തെറാപ്പി എന്ന് പറയുമ്പം എന്തെങ്കിലും ആ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ആയതുകൊണ്ട് തന്നെ സംസാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്പീച്ച് തെറാപ്പി വെച്ചിട്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി വിഷൻ ഉള്ള പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ ഐ ഗ്ലാസസ് വെക്കാം. ഹിയറിംഗ് ആണെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ്, പിന്നെ ചില മെഡിക്കേഷൻസ്, ചില തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെഡിക്കേഷൻസ് വെച്ച് അത് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ സർജറി. ഇത്രയൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്. അതൊന്നും ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമല്ല. എന്നാലും അനുഭവിക്കുന്ന ആ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ട്രീറ്റ്മെൻറ്റ്സ് സാധിക്കും. ഇത്രയൊക്കെയാണ് ഡൗൺ സിൻഡ്രോമിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.